നന്ദ, എവിടെയായിരുന്നു നീ? ഞാൻ വസുന്ധര IPS കാണാൻ പോയതാ. നീ എന്തിനാ അവരെ കാണാൻ പോയത്? കാര്യങ്ങൾക്കൊരു അവസാനം വേണ്ടേ അമ്മേ? ആർക്കും ഒരു സമാധാനം കിട്ടാത്ത ദിവസങ്ങൾ. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അതിന് മീരെ കൊന്നത് ഞാനാണെന്ന് വസുന്ധരയോട് പറഞ്ഞു. നിനക്കെന്താ നന്ദ, ഭ്രാന്തുണ്ടോ? ദേവികയെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് കുറ്റം നീ ഏറ്റെടുക്കുന്നോ? അവളാണോ ഈ മാർഗം പറഞ്ഞു തന്നത് നിന്നെ ജയിലിലാക്കിയിട്ട് രക്ഷപ്പെടാനായിട്ട്? നീ അവളെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് നന്ദ. അല്ല, ഇത് കേട്ടിട്ട് വസുന്ധര എന്തു പറഞ്ഞു? അവരെന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. ചെയ്യില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വ്യക്തമായ തെളിവും കിട്ടിയിട്ടുണ്ട്. അവളെ അറസ്റ്റ് ചെയ്യുമെന്ന് നിനക്കും മനസ്സിലായി. അവസാനപ്പെട്ട ശ്രമമായിട്ട് നീ അങ്ങ് കുറ്റമേൽക്കാന്ന് കരുതി. നോക്കുന്നന്ത, നീ ചെയ്യേണ്ടത് അവൾ എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കല. അല്ലെങ്കിൽ കുറ്റവാളിയെ രക്ഷിക്കാൻ നോക്കിയതിനായിരിക്കും നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ദേവി നിരപരാധിയാ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. നന്ദ, എന്താ ചേച്ചി? എനിക്കറിയാം ദേവിക്ക് ഒരിക്കലും ഒരാളെ വേദനിപ്പിക്ക പോലും ഇല്ലെന്ന്. പക്ഷേ അവളെന്തിനാ ഒളിവിൽ കഴിയുന്നത്? എന്താ ചേച്ചി, ചേച്ചി അവളെ സംശയിക്കാണോ? അയ്യോ, അതല്ല നന്ദ. എനിക്കും ആലോചിച്ചിട്ട് ഒരു എത്തും വെടിയും കിട്ടുന്നില്ല. വൈകാതെ എല്ലാത്തിനും ഉത്തരം കിട്ടും ചേച്ചി. മീര വധക്കേസ് അന്വേഷണം ഊർജിതമാക്കിയെന്ന് DIG. എന്താ സാറേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് പറഞ്ഞുതരാം. അപ്പച്ചി, നിങ്ങൾ പോയി സെർച്ച് ചെയ്യ്. സാറേ നിൽക്കണേ സാറേ, എന്താ സാറേ? സെർച്ച് വാറന്റുമായിട്ടാ വന്നിരിക്കുന്നത്. തടസ്സപ്പെടുത്തിയ എല്ലാരും അവത്താ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.